ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ RDCൻ്റെ സൂപ്പർ സെൻ്റർ റൂമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 49 ആളുകളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ടീം 24 നമ്മുടെ RDC ടീമൊക്കെ ഉണ്ട്. RDC ഫ്രോസ്റ്റ്, റേസർ, എവിൽ ആൻഡ് RDC സൈക്കോ. 22 3DB, ആൽഫ, സുബി, CB ആൻഡ് ഒമേഗ നിൽക്കുന്നുണ്ട്. 1X ടീമിന് വേണ്ടിയിട്ട് ഡെൽറ്റ, XU, ജാസിം ആൻഡ് യദു നിൽക്കുന്നുണ്ട്. സ്പെയർ ടീമിന് വേണ്ടിയിട്ട് ആകാശ്, നോൺ ഡെഡ്മാൻ, സ്പെയർ ഫെലിക്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് നെക്സസ് ടീമിന് വേണ്ടിയിട്ട് നെക്സസ്, മാക്, പിക്നിക്, ബീസ്റ്റ് ആൻഡ് നെക്സസ് ഉദയ് നിൽക്കുന്നുണ്ട്. RDB ടീമിന് വേണ്ടിയിട്ട് RDB, ക്രേസി ഗേൾ, ഹണി, ക്ലൗൺ, BTC ആൻഡ് സ്കെച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇൻസോ ടീമിൻ്റെ 2 പ്ലേയേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇൻസോ, സ്മോക്കി ആൻഡ് എപ്സ് ഇൻസോ. ഫേക്ക് ബിസ്ട്രിക്സ്, ഫേക്ക് ആൽഫ, സൈക്ലോപ്സ് ആൻഡ് ക്രോക്ക് വൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. LOB ടീമിന് വേണ്ടിയിട്ട് കൂൾ ഹെഡ്, മാക്സിമസ്, സ്റ്റാർക്ക് ആൻഡ് LOB ആർനെക്സ് എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടിയിട്ട് ബ്ലൈൻഡ്, ഇവോസ്, സീനിയർ, വില്യംസ് ആൻഡ് ആസ്ട്രിക്സ് എത്തിയിട്ടുണ്ട്. LMXന് വേണ്ടിയിട്ട് ഡെവിൽ OP, ട്രാൻസ്കി, ശക്തിമാൻ ആൻഡ് ലോസ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. DKZന് വേണ്ടിയിട്ട് സെറൂം, ആറ്റം ആൻഡ് ഡെഡ്സൊക്കെ എത്തിയിട്ടുണ്ട്. KWS ടീമിന് വേണ്ടിയിട്ട് ഡെഡ് ഷോട്ട്, ക്രോണോസ് ആൻഡ് മോട്ടൽ എത്തിയിട്ടുണ്ട്. LOB കിഡൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ 50 ആളുകളായിട്ട് നമ്മൾ റൂം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വാളിഫയേഴ്സൊക്കെ വെച്ചിരുന്നു. അതിലിപ്പം ഒരു 4 ടീമുകളോട് സെലക്ട് ആയിട്ടുണ്ട്. സോ ഈ വീക്കിലെന്ന് പറയുമ്പോൾ പല ടീമുകളും വരാതിരുന്നിട്ടുണ്ട്. സോ പോയിന്റ് ടേബിളിൽ ലാസ്റ്റുള്ള 4 ടീമുകളെ കിക്ക് ചെയ്തിട്ട് ക്വാളിഫയേഴ്സ് കളിച്ചിട്ടുള്ളതും പ്ലസ് ഒരു 2-3 ഇൻവിറ്റേഷനിലായിട്ടുള്ള ടീമുകളും വന്ന് ജോയിൻ ചെയ്യും. സോ KWS ഡെസ്ട്രോ ടീമിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂം ഇപ്പോൾ സ്റ്റാർട്ടാവുന്നതാണ്. സോ ഇൻസോ ടീമിന് വേണ്ടിയിട്ട് ഇൻസോ, സ്മോക്കി, ആപ്സ്, ഇൻസോ, ഡൂഡ് ആൻഡ് INV ഡ്രഗ് ഒക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മിസ്സിംഗ് ഉള്ള ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ IGNT ടീം, MRZ ടീം, പിന്നെ നമ്മുടെ കേഴ്സ് ടീമിൻ്റെ ലൈനപ്പ് അവർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിരുന്നു. കേഴ്സ് ടീം ഈസ് നോ മോർ. ആൻഡ് ഇൻസോ ഇവിടെ എത്തിയിട്ടുണ്ട്, RDB എത്തിയിട്ടുണ്ട്, ഫേക്ക് എത്തിയിട്ടുണ്ട്, ലെവൽ എക്സ് എത്തിയിട്ടില്ല, ബ്ലൈൻഡ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്, LOB എത്തിയിട്ടുണ്ട്, LMX എത്തിയിട്ടുണ്ട്, GTR എന്ന് അവർക്ക് എന്തോ ടൂർണമെൻറ്റ് എന്തോ ഉണ്ടായിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഈവൻ LX ടീമും ഇവിടെ എത്തിയിട്ടില്ല. സോ ടീം നമ്പർ 7 DK ടീമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സോ RDC, സൈക്കോ, റേസർ, ഫ്രോസ്റ്റ് എന്നിവയിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ റേസർ ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രോസ്റ്റ് ഇവിടെ നിൽക്കുന്നു. എവിൽ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് ഒക്കെ അതിൽ ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലെയിനിപ്പോൾ എടുക്കുന്നതാണ്. സോ നമ്മുടെ പ്ലെയിനോട് എടുത്തിട്ടുണ്ട്. ആൻഡ് 1X യദു, RDB, സ്കെച്ച്, വൈറ്റി, ഫേക്ക് ക്രോക്ക് വൈറ്റി, LOB, ആർനെക്സ് ആൻഡ് ഫ്ലൈറ്റ് ഓണർ ഈസ് KWH ഡെഡ് ഷോട്ട്. നമ്മുടെ ഡെഡ് ഷോട്ടിൻ്റെ പ്ലെയിനൊക്കെ ആണ്. ആൻഡ് സോ കാൻഡ്ര ടു പോർട്ട് വരെ പോകുന്ന പ്ലെയിൻ പാത്താണ്. കേസിലോട്ടൊക്കെ എത്ര ടീം പോകും നോക്കാം. സോ RDC അബി ഇവിടെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് RDB ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. KWS ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ നെക്സസ് ടീം ഇവിടെ ഇറങ്ങിയിട്ട് സിമെൻറ്റ് ഫാക്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. RDB, ഹണി എല്ലാവരും കൂടെ അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ RDB ടീമിൻ്റെ അടുത്ത് ഇവിടെ ആരുമില്ല. ക്രേസി ഗേൾ, ഹണി ആൻഡ് ക്ലൗൺ, BTC, സ്കെച്ച് വൈറ്റ് എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് KWH, ക്രോണോസ്, മോട്ടൽ ആൻഡ് ഡെഡ് ഷോട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഡെസ്ട്രോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സോ നെക്സസ് ടീമിൽ 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നെക്സസ്, മാക്, ബീസ്, പിക്നിക്
ആൻഡ് നമ്മുടെ ഉദയ് ഇവരെ കൂടെ ഇറങ്ങിയിട്ടില്ല, അവർ സ്പ്ലിറ്റ് ആയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. ആൻഡ് KWH ഡെസ്ട്രോപ്പ് വന്നിട്ട് ഒരു ടീമേറ്റ്സിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1x ടീമൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. 1x XU ഡെൽറ്റ ജാസിം ആൻഡ് യദു ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അവരുടെ അടുത്തൊന്നും ഇപ്പോൾ ആരും തന്നെ ഇല്ല. 3DB ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അബിസാറോടെ വെള്ളത്തിൽ കിടന്നിട്ട് ഇവിടെ ഫിനിഷ് ആവുന്നുണ്ട്. ആൻഡ് 3DB ടീമിൻ്റെ അടുത്തും ഇവിടെ ആളുകളൊന്നുമില്ല, അവരും ഇവിടെ നൈസായിട്ട് ലൂട്ടൊക്കെ ചെയ്തിട്ട് മെല്ലെ പോകുന്നേ ഉള്ളൂ. ആൻഡ് സ്പെയർ ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പ്രീമിയം സന്തോഷ് ബൈ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടിയിട്ട് നമ്മുടെ വില്യംസ് ആസ്ട്രിക്സ് വോൾഫ് ആൻഡ് സീനിയർ ആണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. സോ അവരുടെ അടുത്തും ഇപ്പോൾ ആളുകളൊന്നുമില്ല. സോ 50 ആളുകളുള്ളതിനെ കൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ ഫൈറ്റ്സിനുള്ള ചാൻസസ് വളരെ കുറവാണ്. AK ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് സീനിയർ അടിക്കേണ്ട, പക്ഷേ ഇവരുടെ അടുത്ത് ഇപ്പോൾ ആരും തന്നെ ഇല്ല. സോ നമ്മുടെ അബിസാറോടെ വെള്ളത്തിൽ കിടന്ന് തീർന്നിട്ടുണ്ട്. RDC ടീമിൻ്റെ അടുത്തൊക്കെ ഇവിടെ ടീമുകളുണ്ട്. സോ RDC ടീമിന് വേണ്ടിയിട്ട് റേസർ ഫ്രോസ്റ്റ് എവിൽ ആൻഡ് സൈക്കോ ആണ് കളിക്കുന്നത്. ആൻഡ് ടീം നമ്പർ 16 വേണ്ടിയിട്ട് ഡൂഡ് INV ഡ്രഗ് സ്മോക്ക് എല്ലാവരും കൂടെയാണ് ഇൻസോ ടീമിന് വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. സോ LOB ടീം കൂടെ ഇറങ്ങിയിട്ട് ഒരു ലൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ തൊട്ടടുത്തായിട്ട് നമ്മുടെ LMX ടീം നിൽക്കുന്നുണ്ട്. LMX ശക്തിമാൻ ഡെവിൽ ആൻഡ് ട്രാൻസ്കി ഇവിടെ നിൽക്കുന്നുണ്ട്. LOB കൂൾ ഹെഡൊക്കെ ഇവിടെ ഒരു ഉസിയൊക്കെ ആയിട്ട് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. G6 ഉസിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇവിടെ നിൽക്കുന്നു. ആൻഡ് മാക്സിമസ് ഇവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. സോ ഒരു M7 ഉസിയൊക്കെ ആയിട്ട് മാക്സിമസും പോകുന്നുണ്ട്. INXൻ്റെ കയ്യിലൂടെ ഒരു ബൈസൺ ഉണ്ടായിരുന്നു. സോ ബൈസൺ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ആളിവിടെ ഒരു ഉസിയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാർക്കിൻ്റെ കയ്യിലൂടെ എന്താ ഉള്ളത്, സ്റ്റാർക്കിൻ്റെ കയ്യിൽ ഒരു ടോമിയും S12K ഒക്കെ ആയിട്ട് സ്റ്റാർക്ക് ഇതിലേ പോകുന്നു. സോ ഫേക്ക് ടീം ഇവിടെ എഡ്ജിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫേക്ക് ഡിസ്ട്രിക്ട്സ് ക്രോക്ക് വൈറ്റി ആൽഫ ആൻഡ് സൈക്ലോപ്സ് വൈറ്റി എല്ലാവരും ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LMX എഡ്ഗർ മുത്തേ വെൽക്കം ടു സ്ട്രീം. ഹീറ്റ് KCB എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ RDC റീപ്പർ. സോ ഇവിടെ ടീം നമ്പർ 11 അടുത്തൊരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. LOB ടീമാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർക്ക് LOB ആണല്ലോ അടിച്ചത്. സോ സ്റ്റാർക്ക് LOB ഇവിടുന്ന് ടോമി ഒക്കെ S12K കഴിഞ്ഞിട്ട് ഇവിടെ M4 ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ഇൻസോ ടീമിൽ അപ്പൂസ് അവിടെ നേരെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. പിന്നെ LMX ലോസ്റ്റ് ഒക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. ലോസ്റ്റിൻ്റെ കയ്യിൽ ഇവിടെ M4 ഒക്കെ ഉണ്ട്. ഒരു 4 പേരേഴ്സ് ഇവിടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ശക്തിമാനൊക്കെ ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് റെഡി എടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഒന്നുമില്ല. സോ ലോസ്റ്റ് എല്ലാവരും അതേ ലൂട്ടിങ്ങിലാണ്. സോ കൂൾ ഹെഡ് LOB സോ എവിടെയും ഫൈറ്റ് എടുക്കാനുള്ള സാധ്യതയില്ല. KWS ടീമിനോട് സോണിൻ്റെ ഒരു സെൻറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് DK ടീം ഇവിടെ ഹെഡ്ജിലൊക്കെ ആയിട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെക്സസ് ടീമിന് ഇവിടെ സോൺ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കാനുള്ളത് സോ നമ്മുടെ ഇൻസോ അപ്പൂസ് നമ്മുടെ ഡൂഡിൻ്റെ ഒക്കെ ടീമേറ്റ്സിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്പെയർ ടീം ഇവിടെ ഉണ്ട്. 3DB അവിടെ നേരെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇവർ സ്പ്ലിറ്റായിട്ടാണ് ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കോമ്പൗണ്ട്സിലൊക്കെ പോയി ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇവിടുന്ന് ലൂട്ടൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു കംപ്ലീറ്റ് റൈറ്റ് സൈഡ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ബ്ലൈൻഡ് വീസസ് ഫേക്ക് ഇവിടെ നടക്കാനുള്ള സാധ്യത കാണുന്നു. ബ്ലൈൻഡ് സീനിയർ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഉടുപ്പൊക്കെ എടുത്തിട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആളുടെ കയ്യിൽ ഒരു AK മ്യൂസിയാണുള്ളത്. സോ ബ്ലൈൻഡ് വോൾഫ് ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. സോ വോൾഫിൻ്റെ കയ്യിൽ മ്യൂസിയം ഒരു G6 ഒക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ ഇവിടുന്ന് ഒരു 4X ഒക്കെ ടീമേറ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ 5 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം. സോ DK ഏറ്റമൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ ലൂട്ടിങ്ങിലാണ്. ഇപ്പം അടുത്ത കാലത്ത് നിന്നൊരു ഫൈറ്റ് നടക്കുന്ന ഇവിടെ തോന്നുന്നില്ല. RDCയിലെ ഫ്രോസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. M16 AKM ഒക്കെ ആയിട്ട് ആളിവിടെ ലൂട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലഡ് ഗെയിമിങ് ഇൻസോ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇൻസോ ഇവിടെ സോ ഇൻസോ സ്മോക്കി APZ ഇൻസോ NB ആൻഡ് ഡൂഡ് ഇവിടെ ഒക്കെ ഉണ്ട്. ഡൂഡിൻ്റെ കയ്യിലോട്ട് ഒരു 6X ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഒരു 1-2 സോൺ കഴിയാതെ ഇവിടെ ഒരു അടി നടക്കുന്നതുകൊണ്ട് 3DB ടീമിൻ്റെ അടുത്തോട്ടൊക്കെ ആയിട്ട് നമ്മുടെ സ്പെയർ ടീം കയറി വരുന്നുണ്ട്. നാർക്കോ സാർ ഇത് ആര്? ബ്ലഡ് ഗെയിമിംഗ് മുത്തേ വെൽക്കം ടു ദ സ്ട്രീം. നാർക്കോ സാർ ആണോ ഇത്? അരയെന്നല്ലേ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മുടെ ഇൻസോ ബ്ലഡൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇൻസോ ടീമിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. സോ ഫാർ ഫൈറ്റ്സ് ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ അബിസാർ ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ റൂമിൻ്റെ ഒരു നല്ല ഇതിന് വേണ്ടിയിട്ട് സൂയിസൈഡ് ചെയ്തതാണ്. അബിസാർ എത്തി. വെൽക്കം ടു ദ സ്ട്രീം അബിസാർ. സോ അബിസാർ നല്ല പിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ലോട്ട് 1-ലൊക്കെ നിന്നിട്ട് സോ ഇന്നും റൂം തുടങ്ങുമ്പോൾ അബിസാർ പോയിട്ട് സൂയിസൈഡൊക്കെ ചെയ്യുന്നുണ്ട്.
സോ അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ടെന്ന് പറയണം. സോ ഇൻസോ ടീം ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. സോ സ്പെയർ ഫെലിക്സ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ നേരെ അടുത്തായിട്ട് നമ്മുടെ 3DB ടീം നിൽക്കുന്നുണ്ട്. സോ KL1 CB ഇവിടെ നിൽക്കുന്നു. 3DB സുബി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫെലിക്സ് മാത്രം ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. ആകാശ് സ്പെയർ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. സോ സുബിസാർ ആൻഡ് KL1 CB ഇവിടെ കയറി പുഷ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബാക്ക് നമ്മുടെ ആകാശ് സ്പെയർ കവർ ചെയ്യാൻ നോക്കാം. സോ അവരവിടെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ 3DBൻ്റെ കംപ്ലീറ്റ് ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫെലിക്സ് ഇവിടെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. സോ നമ്മുടെ CB ഇവിടെ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് CBനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിനായിട്ട് ബാക്ക് നമ്മുടെ സുബിസാർ കയറി വന്നുകൊണ്ടിരിക്കുന്നു. സോ സുബിസാർ ഇവിടെ കയറി വന്ന് അടിച്ചിട്ട് നമ്മുടെ ഫെലിക്സിനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സുബിസാറിൻ്റെ ഹെൽത്ത് കുറച്ച് ലോ ആയിട്ടുണ്ട്. ഫേക്ക് ഇപ്പോഴും ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. ഫേക്ക് റാപ്റ്ററുമായിട്ട് യെസ് ബ്രോ ഫേക്ക് ഉണ്ട്. സോ സ്പെയർ ടീമിലെ ഒരു പ്ലെയറെ സുബിസാർ ഇവിടെ കൈകൊണ്ടൊക്കെ ഇടിച്ച് കൊന്നിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ചോദിക്കാൻ വേണ്ടി നമ്മുടെ ആകാശ് ഇവിടെ അഭിയണ്ണൻ ന്യൂ ഇയർ പിന്നെ അല്ല, അബിസാർ ഈസ് ആൻഡ് ഇമോഷൻ. സോ CBനോടെ പൊക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഫേക്ക് ടീമിനെ ചോദിച്ചിട്ടുണ്ടായി. ഫേക്ക് ടീം ഇവിടെ നൈസായിട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രോ. ഒരു സീനുമില്ല, അറഞ്ചം പുറഞ്ചം ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസോ JK വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. സോ മാസ്റ്റർ 1 ടിപ്സ് മലയാളം LMX ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. യെസ് ബ്രോ LMX ഉണ്ട്. ഇല്ല, നമ്മുടെ LMX ശക്തിമാൻ, LMX ഡെവിൽ OP, ട്രാൻസ്കി ആൻഡ് ലോസ്റ്റ് OP ഇവിടെ നിൽക്കുന്നുണ്ട്. R3V ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. ഇല്ല ബ്രോ, ഇന്നിപ്പോൾ R3V ഒക്കെ നമുക്ക് കമ്മിങ് വീക്ക് മുതലാണ്. ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ കമ്മിങ് വീക്ക് മുതലാണ് അവർ സ്ലോട്ട് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ക്വാളിഫയേഴ്സൊക്കെ നടത്തിയിരുന്നു. ഇൻസോ JK, ഇൻസോൻ്റെ കട്ട് സപ്പോർട്ടായിട്ട് ഇൻസോൻ്റെ പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. ഫേക്കിനെ കാണിക്കുമോ ബ്രോ എന്ന് വെച്ചിട്ട് നമ്മൾ റാപ്റ്റർ വെച്ചിട്ടുണ്ട്. ഫേക്കിനെ ഇപ്പോൾ കാണിച്ചല്ലോ ബ്രോ. ഫേക്ക് ഇത് അവിടെ ജോണ്ടൊക്കെ ഒരുപാട് പുറത്തായിട്ട് ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസോ ഗോഹൻ വെൽക്കം ടു സ്ട്രീം ബ്രോ. സോ ഇൻസോ ഗോഹനൊക്കെ എപ്പോഴും നമ്മുടെ റൂമിൽ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. സോ ഇന്നൊരു വേറെ ലൈനപ്പാണ് ഇൻസോ ടീമിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് ഫേക്ക് ആൽഫ ബിസ്ട്രിക്സ് എല്ലാവരും ഇവിടെ വണ്ടി എടുത്തിട്ട് സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. M4 3X ഒക്കെ വെച്ചിട്ട് ബിസ്ട്രിക്സ് ഇവിടെ ഒക്കെ ഉണ്ട്. R3V ഉണ്ടോ ബ്രോ? ഇല്ല ബ്രോ, R3V ഇല്ല. ബ്ലൈൻഡ് വോൾഫ് പിന്നെ അല്ല, വോൾഫ് മോനീസ് ഇമോഷൻ. വോൾഫൊക്കെ നമ്മുടെ പുള്ളമാണ്. സ്ട്രീം ഡിലേ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ബ്രോ, റൂം അതിനെക്കൊണ്ട് സ്ട്രീം ഡിലേ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആൻഡ്രോ സ്പെയർ ഇവിടെ ഒക്കെ ഉണ്ട്. സ്പെയർ ടീമിൽ നമ്മുടെ ഫെലിക്സ് ഇവിടെ ഫിനിഷായി. ആൻഡ് ആൻഡ്രോ സ്പെയർ ആൻഡ് ആകാശ് സ്പെയർ മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മുടെ ആൻഡ്രോ സ്പെയർ ഇവിടെ എന്താ പരിപാടി എന്താണ്? വോൾ ഹാക്ക് ഓണാക്കാൻ പോയതാണ് നമ്മുടെ ആൻഡ്രോ സ്പെയർ. വാളിനോട് മുട്ടിയിരിക്കുന്നത്. ഇൻസോ ഉയർന്നു നമ്മുടെ ശ്രീജിത്ത് വൈറ്റ് എത്തിയിട്ടുണ്ട്. സോ 1x ആക്സീവ് അടിച്ചിട്ട് INB ടീമിൻ്റെ ഒരു പ്ലെയറോട് നോക്ക് ചെയ്തിട്ടുണ്ട്. സോ ആപ്സ് ഇൻസോനൊക്കെ ഇവിടെ 1x ടീം അടിച്ചിട്ടുണ്ട്. ഇൻസോ ടീമിന് വേണ്ടിയിട്ട് INB ഡ്രഗ് ഉണ്ട്. സോ നമ്മുടെ അപ്പൂസ് മാത്രം ബാക്കിയുള്ള അപ്പൂസിന് 2 പ്ലേസിനെ ഇവിടെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇൻസോൻ്റെ പ്ലേസ് ഇവിടെ കയറി വന്നത് നമ്മുടെ 1x ടീമിൻ്റെ അടുത്തോട്ടാണ്. സോ ആ 2 കില്ലോ നമ്മുടെ 1x ആക്സീവ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഇൻസോന് 2 പ്ലേസും കൂടെ ബാക്കിയുണ്ട്. ഇൻസോ സ്പെക്ക് എന്ന് പറയുന്നുണ്ട് ബ്രോ. തീർച്ചയായും നമ്മുടെ ഫൈറ്റ്സ് ഉണ്ടാകുമ്പോൾ 100% നമ്മൾ അവിടെ എത്തിയിരിക്കും. സോ ഇൻസോൻ്റെ 2 പ്ലേസ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഇൻസോൻ്റെ പ്ലേസ് ഇവിടെ ഇൻസോ JK ഓക്കെ ബൈ. നമ്മുടെ 1x ജാസിം ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് RDC ടീം ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? RDC ടീം ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഫേക്ക് ഉയർ പിന്നെ അല്ല, ഫേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുത്തമാണ് കേസ്. അപ്പോൾ എല്ലാവരും മുത്തകളാണ്, ആരിതാക്കി പറയല്ല. ഒരു RDC ടീം ഇവിടെ ഓൾമോസ്റ്റ് ഒരു സോണിൻ്റെ ഒരു സെൻറ്ററിലോട്ടൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. ആൻഡ് IGL എബിൽ സാറിൻ്റെ സോൺ പ്രഡിക്ഷൻ എത്രത്തോളം സെറ്റാവുന്നുള്ളത് നമുക്ക് നോക്കാം. എബിൽ സാർ ആരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? സോ അജിൻ രാജ്, താങ്ക് യു അജിൻ രാജ്, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. ഗൈസ് അപ്പോൾ 11 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ആദ്യമായിട്ട് വന്നെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ വലിയ വെറുപ്പിക്കലൊന്നും ഉണ്ടാവില്ല. ആകെ ഞാൻ 3 റൂമേ സ്പെക്ക് ചെയ്യുന്നുള്ളൂ. RDC എവിടെയാണെന്ന് വെച്ചിട്ടുണ്ട്. RDCനെ ജസ്റ്റ് ഇപ്പോൾ സ്പെക്ക് ചെയ്തേ ഉള്ളൂ ബ്രോ. സോ 3DB ടീം ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. 3DB വേഴ്സസ് RDC ഫൈറ്റ് ഇവിടെ നടക്കുമെന്ന് നോക്കാം. സോ ഇവിടുന്ന് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഒമേഗ ഇവിടുന്ന് വണ്ടിയൊക്കെ മാറി കയറിയിട്ടുണ്ട്. RDC ടീം ഇവിടെ സെൻട്രലായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. RDB ടീം ഇവിടെ കംപ്ലീറ്റ് ലൂട്ടൊക്കെ ചെയ്തിട്ട് ഇവിടെ സോണിൽ നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ഇവിടെ ഒരു കുളിസീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ ഇവിടെ എന്നാൽ ശരിയാവില്ല ഗൈസ്. 18+ കണ്ടന്റ് ആയതിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ്. സോ ഇൻസോ ഡൂഡ് ആൻഡ് ഇൻസോ സ്മോക്ക് ഇവർ 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. സഞ്ജു കുട്ടൻ വെൽക്കം ടു ദ സ്ട്രീം ബ്രോ.
ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല ആളുകളും ഞാൻ എൻ്റെ സ്ട്രീമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ നെയിം കാണുന്നതൊക്കെ. സോ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫേക്ക് ടീം ഇവിടെ കയറി വന്നിട്ട് അടി തുടങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് അടിച്ചിട്ട് നമ്മുടെ ഫേക്ക് ആൽഫിനെ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് ഇവിടെ നോക്കൊക്കെ എടുത്തിട്ട് കാറിൽ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ബ്ലൈൻഡ് ടീം ഇവിടെ കയറി ഫേക്ക് ടീമിനെ പുഷ് ചെയ്യാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. ബ്ലൈൻഡ് വില്യംസ് കൂടെ കയറി പോകുന്നുണ്ട്. ഫേക്ക് ക്രോക്ക് അടിച്ചിട്ട് നമ്മുടെ ബ്ലൈൻഡ് സീനിയർ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ച് നിർത്തിയിട്ട് ബ്ലൈൻഡ് വില്യംസ് ഇവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. സോ ഉള്ളിലൊരു മോളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഫേക്ക് ക്രോക്ക് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ട് ടാസ്റ്റിക്സ് ഒക്കെ കയറി വരുന്നുണ്ട്. സോ ഫേക്ക് ക്രോക്ക് നോക്കായി കിടക്കുന്നു. ഇവിടെ നിന്ന് മോളിൽ കൂടിയിട്ട് ടീമേറ്റ് ഇവിടെ നോക്കായി കിടക്കുന്നുണ്ട്. ക്രോക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് പെട്ടുപോയിട്ടുണ്ട്. ക്രോക്കിന് ഇവിടെ നിന്ന് അടിക്കുന്നു. വില്യംസ് കയറി വരുന്നു. ഗണ്ണ് ഇവിടെ സ്വിച്ച് ചെയ്യുന്നു. G6 കൊണ്ട് അടിച്ച് വില്യംസ് ഇവിടെ ഗണ്ണ് സ്വിച്ച് ചെയ്തു. ഉസീനെ കൊണ്ട് അടിച്ചിട്ട് ബ്ലൈൻഡ് ടീം നമ്മുടെ ഫേക്ക് ടീമിനോട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്ലൈൻഡ് വില്യംസ് വിത്ത് 2 kills ആൻഡ് ആസ്ട്രിക്സ് വിത്ത് 1 kill. നമ്മുടെ ഫേക്ക് ടീം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ LMX ടീം ഇവിടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. സോ 1x നൈസായിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ട്. ബ്ലൈൻഡ് വേഴ്സസ് 1x നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ഇവിടെ ഡ്രോപ്പിൻ്റെ ബാക്കിലായി 1x ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ബ്ലൈൻഡ് ടീം അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആക്സി ഇവിടെ 3 കിലോ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ആക്സി ഇവിടെ 3 കിലോ എടുത്തിരിക്കുന്നു. നേരെ ഫ്രണ്ടിലായിട്ട് ബ്ലൈൻഡ് ടീം നിൽക്കുന്നു. സീനിയറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ബ്രോക്കൺ വാളിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ നിൽക്കുന്ന ആക്സി നിൽക്കുന്നു നോക്കുന്നുണ്ട്. സീനിയർ ഇവിടുന്ന് G6 ഒക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. സീനിയർ എടുത്തോട്ട് ഒരു ഗ്രനേഡൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലോട്ട് ഒരു സ്മോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സീനിയർ ഇവിടുന്ന് ആക്സി നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. സോ 1x ഡെൽറ്റ ഒക്കെ എല്ലാവരും ഇവിടെ നേരെ ഫ്രണ്ടിലായിട്ടൊക്കെ ഉണ്ട്. ആസ്ട്രിക്സ് ഓപ്പി അവിടെ പെട്ടിട്ടുണ്ട്. നൈസായിട്ട് ബാക്കിലോട്ട് നമ്മുടെ വോൾഫോട് വന്ന് വിളിച്ചിട്ടുണ്ട്. വോൾഫ് സാർ IGL സാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. 1x ആക്സിയൊക്കെ ഇവിടെ നടിക്കുന്നുണ്ട്. 1x ഇതൊക്കെ ഇവിടെ നേരെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ചാടി എടുത്തിട്ടുണ്ട്. ആൻഡ് ഡെൽറ്റ സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. 1x ഡെൽറ്റനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്യുന്നു. ബ്ലൈൻഡ് സീനിയർ ഒരു പ്ലെയറും കൂടെ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1x ഇവിടെ ഒക്കെ ഉണ്ട്. 1x ഇവിടെ അൻസാണ്ടൊക്കെ അടിക്കുന്നു. 1x ഇവിടെ അടിച്ചിട്ട് ഇതിൻ്റെ പിന്നെ ബ്ലൈൻഡ് ടീം ഇവിടെ കയറി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ 1xൻ്റെ 2 പ്ലേയേഴ്സിനെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് ബ്ലൈൻഡിന് 4 പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. 1x ആക്സി മാത്രമേ ബാക്കിയുള്ളൂ. ആക്സി 3 കിലോ എടുത്തിട്ട് ഇവിടെ വെക്കുന്നു. 1x ഡെൽറ്റയുടെ M4 4x ഒക്കെ വെച്ചിട്ട് അടിക്കുന്നു. 1x ആക്സിനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, സോ XU മാത്രമേ ഉള്ളൂ. ആൻഡ് ജാസിം അവിടെ ഡിസ്കണക്ട് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. സോ വണ്ടി അടക്കം ഇവിടെ അടിച്ചു പൊട്ടിച്ചിട്ട് ബ്ലൈൻഡ് ടീം ഒരു വിഷയം കളിയോടെ കളിച്ചിട്ട് 6 കിലോ എടുത്തിട്ട് ബ്ലൈൻഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഗോൺ ഇവിടെ ചെറുതായിട്ടുണ്ട്. ആൻഡ് RDC സോ LMX VS നെക്സസ് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. സോ ഇവിടെ ഒരു BRDMലായിട്ട് നമ്മുടെ LMXൻ്റെ ശക്തിമാൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ RDC ഇവിടെ പോളി പൊസിഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ IGL എബിൽ സാറിൻ്റെ സോൺ പ്രഡിക്ഷൻ എത്രമാത്രം സെറ്റപ്പാണെന്ന് നമുക്ക് ഇവിടുന്ന് അറിയാം. സോ LMX ടീമിൽ ഇവിടുന്ന് ബാക്കിൽ നിന്ന് അടിച്ചുകൊണ്ട് വെക്കുന്നു. ഇവിടെ ഉള്ള ഒരു വീടിൻ്റെ ബാക്കിലോട്ടൊക്കെ ഇവിടെ കയറി എടുത്തിട്ട് ഓപ്പൺ ആയിട്ട് ഇവിടെ വണ്ടി എടുത്തിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലുള്ള കോമ്പൗണ്ടിലായിട്ട് നമ്മുടെ നെക്സസ് ടീമാണ്. സോ നെക്സസ് ടീം ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നെക്സസ് പിക്നിക് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. 1x ജാസിം എത്തുന്നു. ലാസ്റ്റ് പ്ലെയർ 1x ടീമിന് വേണ്ടിയിട്ട്. ആ പ്ലെയർ അവിടെ സോൺ ഔട്ടിലൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സസ് ടീം ഇവിടെ നേരെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. LMX ടീം ഈ ഒരൊറ്റൊരു ചെറിയ വേൾഡ് ആയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. ഇവിടെ ഫ്രണ്ടിലോട്ട് ഒരു ഗ്രനേഡൊക്കെ നമ്മൾ നെക്സസ് ടീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സസ് ഉദയ ഇതിൽ കറങ്ങിയൊന്നും അടിക്കാനുള്ള പരിപാടിയാണ്. സോ എല്ലാ സൈഡിൽ നിന്നും കൂടെ കയറി അടിക്കാനുള്ള പരിപാടി. സോ LMX ടീമിന് ഈ ഒരു ചെറിയ കോമ്പൗണ്ടിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് നോക്കാം അവർക്കത് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ശക്തിമാൻ്റെ ഹെൽത്തൊക്കെ ഇവിടെ ലോ ആയിട്ടുണ്ട്. നെക്സസ് ബീസ്റ്റ് ഇവിടെ ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. ബാക്കിൽ നിന്ന് ഇവിടെ വന്നിട്ട് ശക്തിമാൻ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് നെക്സസ് ഉദയ്. സോ എല്ലാ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അടിക്കാനുള്ള പരിപാടി. ആൻഡ് വീണ്ടും ഒരു ഗ്രനേഡ് ഇട്ട് BRDMൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ LMX ടീം ഇവിടെ സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. എല്ലാ സൈഡിലും ആളാണ്. നമ്മൾ നെക്സസ് മാക്കൗണ്ടിന് ബാക്കിൽ നിന്ന് കവർ ചെയ്യുന്നു. ഇവിടെ MK ഒക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. LMX ടീമിന് എല്ലാവരും വീടിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സസ് പിക്നിക് അവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. നെക്സസിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ കയറി വന്നിട്ട് നമ്മുടെ LMX ടീമിനെ അടിച്ചിടുമോ? ഓർ നമ്മുടെ LMXൻ്റെ പ്ലേയേഴ്സ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നെക്സസിൻ്റെ ടീമിനെ വൈപ്പ് ചെയ്യുക നമുക്ക് കാണാം. ബാക്ക് നമ്മുടെ നെക്സസ് ഉദയ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി വന്ന് ബ്രോക്കോമാളിൻ്റെ ബാക്കിലായിട്ടൊക്കെ ഉണ്ട്. ശക്തി നമ്മുടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. BRDMൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ വീണ്ടും ഒരു മോളിയൊക്കെ ഇവിടെ വന്നിട്ടിട്ടുണ്ട്. ആൻഡ് ഒരു BRDM ഒക്കെ എടുത്തിട്ടുണ്ട്. ശക്തിമാൻ ഇവിടെ ചാടി ഇറങ്ങി ഇവിടെ ക്രൗച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ശക്തിമാൻ ഇവിടെ BRDMൻ്റെ ബാക്കിലായിട്ട് വെക്കുന്നു. ആളിവിടെ വേഗം BRDMൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് നെക്സസ് ഉദയ് ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ടുണ്ട്. ആൻഡ് BRDM ഇവിടെ അടിച്ചിട്ട് സീനാക്കിയിട്ടുണ്ട്. LMX ശക്തിമാൻ ഇവിടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ശക്തിമാൻ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇവിടെ നെക്സസ് ഉദയ് അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. LMXൻ്റെ 3 പ്ലേയേഴ്സ് മാത്രം. നെക്സസ് ടീമിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ കയറി ഒന്ന് അടിക്കാൻ നോക്കാം. ബാക്കിനായിട്ട് നമ്മുടെ ബ്ലൈൻഡ് ടീം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LMX ഡെവലപ്പ് കൂടെ ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു മോളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ LMXൻ്റെ അടുത്ത് നെക്സസ് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ബാക്ക് നമ്മുടെ ബ്ലൈൻഡ് ടീം ഇവിടെ കയറി വന്നിട്ടുണ്ട്. M249 വെച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ നോക്കെടുത്തു. നെക്സസ് ഉദയനെ ഇവിടെ അടിച്ചിട്ടുണ്ട്. LMX ലോസ്റ്റ് ഓഫ് വിഷയം കളി. നെക്സസ് ബീസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ LMX ലോസ്റ്റ് ഓഫിനെ അടിച്ചു. LMX ടാൻസ്കിനെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം നേരെ ഓപ്പോസിറ്റ് സൈഡിലായി പോയി.
പക്ഷേ വിഷയം കളി ഫ്രം നെക്സസ് ടീം പൊളിയായിട്ട് ഫ്ലാങ്ക് ചെയ്തിട്ട് നൈസായിട്ട് ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. സോ ഗൈസ് സോൺ ഇവിടെ ചെറുതായിട്ടുണ്ട്. 33 ആളുകൾ 9 ടീമുകളാണ് ഈ സോണിലുള്ളത്. സോ നെക്സസ് മാക്കിനൊക്കെ ഇവിടെ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുള്ള് ലൂട്ട് ചെയ്ത് കൊടുക്കണം. അവരുടെ കയ്യിൽ M249 കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. 3DB ടീം ഇവിടെ ഒക്കെ ഉണ്ട്. ബ്ലൈൻഡ് ടീം അതിൽ ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് സോ RDC വേഴ്സസ് ബ്ലൈൻഡ് ഇവിടെ നടക്കും നോക്കാം. RDCൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ബ്ലൈൻഡ് ടീം വന്നുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ സന്തോഷ് അഗെയിൻ പ്ലീസ് 18+ ആയാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കർ റീപ്പർ. ഹലോ മുത്തേ പ്രോ അണ്ടർ മുത്തേ, വെൽക്കം ടു ദ സ്ട്രീം. ബ്ലൈൻഡ് ഓൺ ഫയർ BRDM നേരിട്ട് BRDM പൊട്ടിക്കുകയാണ് ബ്രോ. സോ യെസ് ബ്ലൈൻഡ് ടീം ഇവിടെ നിൽക്കുന്നു. നെക്സസ് ഉദയ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഉദയ് എല്ലാവരും ഇവിടെ ലൂട്ടൊക്കെ ചെയ്തിട്ട് BRDM എന്തായാലും ഇവിടെ തീരുമാനമായിട്ടുണ്ട്. ബാക്കിയുള്ള ലൂട്ടുകളെല്ലാം എടുത്തിട്ട് ഇവരും സോണിലോട്ട് കയറാൻ നിൽക്കുന്നുണ്ട്. സിമെൻറ്റ് ഫാക്ടറിയിലായിട്ട് നമ്മുടെ 3DB ടീം ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 3DB ഒമേഗ കൂടെ അട്ടത്ത് നോക്കിയിട്ടുണ്ട്. സോ KL1 CB ഒക്കെ അവിടെ ഉണ്ട്. ഗണ്ണൊക്കെ മാറ്റിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇൻസോ ടീം ഇവിടെ സർവൈവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നെക്സസ് എക്സലൻറ്റ് എക്സിക്യൂഷൻ. പിന്നെ അല്ല, നെക്സസ് ഇസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ മൈ വ്യൂ. യെസ് സോ നമ്മുടെ DKZ ടീമും ഇവിടെ ഒരു സോണിൻ്റെ എഡ്ജിലായിട്ട് ഇവിടെ സോണൊക്കെ പിടിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ 10 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സസിൻ്റെ ഫ്ലാങ്കിങ് ആൻഡ് പുഷിങ് ഓൾവേസ് പ്ലസൻറ്റ് ടു വാച്ച്. നെക്സസിൻ്റെ ഫ്ലാങ്കിങ്ങും പുഷിങ്ങും സോൺ പ്രഡിക്ഷനും ഗൈസ് ഞാൻ ആരെയും എന്താ പറയുക പ്രൈസ് ചെയ്ത് പറയല്ല. പക്ഷേ അവരെ ഒരുപാട് റൂമുകൾ സ്പെക്ക് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എന്താ പറയുക എനിക്ക് അവരുടെ റൊട്ടേഷനും പിന്നെ സോൺ പ്രഡിക്ഷനും പിന്നെ ഹോൾഡിങ്ങും എല്ലാം ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ള ആളാണ്. സോ LOB ടീം പോയിട്ട് ഇവിടെ 3DBൻ്റെ അടുത്തായിട്ട് കയറി ചെന്നിട്ടുണ്ട്. ആൻഡ് ഒമേഗ ഒക്കെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. നേരെ ഫ്രണ്ടിലായിട്ട് LOB മാക്സിമം സ്കൂളായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. ബ്രോക്കോമോളിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഒമേഗ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് സുബി സാർ എല്ലാവരും ഇവിടെ കംപ്ലീറ്റ് സെറ്റായിട്ട് നിൽക്കുന്നത്. 3 കില്ലുകളായിട്ടാണ് നമ്മുടെ 3DB ടീം ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഇതിൽ എല്ലാവരും ഓരോ കില്ലെടുത്തിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. സോ നമ്മുടെ ഒമേഗയ്ക്ക് മാത്രം ഇതുവരെ കില്ലൊന്നും കിട്ടിയിട്ടില്ല. സോ ആ ഒരു കുറവ് നമ്മുടെ ഒമേഗ ഇവിടെ അടിച്ചിട്ട് എടുക്കുമോ നോക്കാം. വേറെ എവിടെയും പണി നടക്കുന്നില്ല. ആൻഡ് ബ്ലൈൻഡ് ടീം ഇവിടെ നടിക്കുന്നുണ്ട്. ബ്ലൈൻഡ് ബോൾഫ് അടിച്ചിട്ട് നമ്മുടെ RDC സൈക്കോൺ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്ലൈൻഡ് ടീം ഇവിടെ കയറി പുഷ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു. നേരെ ഫ്രണ്ടിലുള്ള കോമ്പൗണ്ടിലോട്ട് ബ്ലൈൻഡ് ടീം ഇവിടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവിടുത്തെ കാർ 98 അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് സൈക്കോൺ ഇവിടെ പൊക്കിയെടുക്കുന്നുണ്ട്. റേസർ ഇവിടെ പൊക്കിയെടുക്കുന്നുണ്ട്. സോ ബ്ലൈൻഡ് ടീം കേസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വോൾഫ് അവിടുന്ന് ബാക്കിൽ നിന്ന് AWM ഒക്കെ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. 2 വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കുട്ടിയിട്ടുണ്ട്. സോ ഒരു OP മോളിയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ബ്ലൈൻഡ് ആസ്റ്റിക്സ് ഇവിടെ കയറി വന്നിട്ട് ചാടി സൈക്കോൺ അടിക്കാൻ നോക്കുന്നു. ബാക്കിലായിട്ട് നമ്മുടെ റേസറൊക്കെ നിൽക്കുന്നുണ്ട്. RDC എവിലിനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. റേസറിനെ അടിച്ചിട്ട് നെറ്റിലാക്കിയിട്ടുണ്ട്. RDC ഫ്രോസ്റ്റ് ഇവിടെ വിഷയം കളി. RDC ഫ്രോസ്റ്റ് ഇവിടെ 2 പ്ലേസിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസിനെ അടിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം കളി ഫ്രം RDC വിഷയം കളി. സോ അവിടെ വോൾഫ് മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് വില്യംസിനൊക്കെ ഇവിടെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സീനിയർ ആൻഡ് ആസ്ട്രിക്സ് ഇവിടെ നോക്കായി കിടക്കുന്നുണ്ട്. വോൾഫ് മാത്രമേ ബാക്കിയുള്ളൂ. സോ സൈക്കോ ഇവിടെ ഫ്രോസ്റ്റിനെ പൊക്കിയെടുത്തിട്ടുണ്ട്. സോ വോൾഫ് ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ട് ഇവിടെ അടിച്ചിടാനുള്ള ഒരു സാഹസം കാണിക്കുക അല്ലെങ്കിൽ ആളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമോ നോക്കാം. വോൾഫ് തൻ്റെ പോലീസ് കാർ ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ജംഷീദ് വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. സോ ബ്ലൈൻഡ് വോൾഫ് ഇവിടെ കയറി വരുന്നുണ്ട്. ബ്ലൈൻഡ് വോൾഫ് ഇവിടെ കയറി വന്നിട്ട് 2 ടീമേറ്റ്സ് 2 പ്ലേസിനോട് പൊക്കിയെടുക്കാൻ നോക്കാം. സോ RDC ടീം എല്ലാവരും കൂടെ ഇവിടെ കയറി പുഷ് ചെയ്യാൻ നോക്കാം. ഫ്രോസ്റ്റിൻ്റെ ഹെൽത്തൊക്കെ ഇവിടെ ലോ ആണ്. ആൻഡ് ബ്ലൈൻഡ് ആസ്ട്രിക്സിനെ ഇവിടെ പൊക്കിയെടുക്കുന്നുണ്ട്. എബിലിനെ അവിടെ പൊക്കിയെടുക്കുന്നുണ്ട്. സോ കയറി പുഷ് ചെയ്യേണ്ട ഒരു സമയത്ത് എല്ലാവരും ഇവിടെ ഹെൽത്ത് കടിച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രോസ്റ്റ് അവിടെ ബാക്കിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രനേഡൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഒരു മോളിയാണ് വന്ന് വീണത്. ഗ്രനേഡ് മോളിയെല്ലാം വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വോൾഫ് വന്നിട്ടൊരു OP ടീമേറ്റ്സിനെ ഇവിടെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. റൈസറിൻ്റെ ഹെൽത്തൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എബിലിനെ അവിടെ പൊക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫ്രോസ്റ്റ് അവിടെ കംപ്ലീറ്റ് ഹെൽത്തൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ ബാക്കിൽ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഗ്രനേഡ് നമ്മുടെ വോൾഫ് കുക്ക് ചെയ്യുന്നുണ്ട്. വോൾഫിൻ്റെ ഗ്രനേഡ് ഇവിടെ OP ആവാൻ നോക്കാം. ഒരു OP ഗ്രനേഡ് പോയി RDC റേസറിൻ്റെ അടുത്തോട്ട് പോയി. ഇവിടെ ചാടി അടിക്കാൻ വേണ്ടി ബ്ലൈൻഡ് ആസ്ട്രിക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു. സീനിയറൊക്കെ ബാക്കിലായി നിൽക്കുന്നുണ്ട്. റേസർ ഇവിടുന്ന് അടിക്കുന്നു. റേസറിനെ അവിടെ വീണ്ടും അടിച്ച് നോക്ക് ചെയ്തിട്ട് വോൾഫോട് പള്ളിലോട്ട് കയറിക്കുന്നു. ഫ്രോസ്റ്റ് ഇവിടുന്ന് പുറത്തിലൂടെ കയറി വന്ന് അടിക്കാൻ നോക്കുന്നു. ഫ്രോസ്റ്റിനെ അവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. RDC സൈക്കോ ഇതിന് മാത്രമേ ആക്കുള്ളൂ. ഇതിനെ അവിടെ അടിച്ചിരുന്നു. സൈക്കോ മാത്രം ബാക്കി. സൈക്കോനെ ഇവിടെ കയറി അടിച്ചിട്ട് RDC ടീമിനോടെ ബ്ലൈൻഡ് ടീം ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളി. RDC ഫസ്റ്റ് പൊളിയായിട്ട് അടിച്ചിട്ടു. പക്ഷേ സെയിം ടൈം നമ്മുടെ വോൾഫ് വന്നിട്ട് ഇവിടെ എല്ലാവരെയും രക്ഷിച്ചിട്ട് കംപ്ലീറ്റ് ഹെൽത്തോട് കൂടിയിട്ട് അവരിവിടെ കയറി അടിച്ച് നമ്മുടെ RDC ടീമിനോട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡൂഡൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ദീപക് ദാസൻ ഹായ് ബ്രോ ചക്കരെ മുത്തേ വെൽക്കം ടു ദ സ്ട്രീം. സോ നമ്മുടെ KWS ടീമൊക്കെ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡെസ്ട്രോൺ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡെസ്ട്രോ അടിച്ചിട്ട് RDB ക്രേസികളിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. RDB വേഴ്സസ് KWS ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രേസി ഗേളിനെ ഇവിടെ അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു. ക്രേസി ഗേളിനെ ഇവിടെ അടിച്ചിട്ട് ലോ ആക്കിയിട്ടുണ്ട്.
നോക്ക് ചെയ്തതിന് ശേഷം അടിച്ചിട്ട് ബ്ലീഡ് ആവുന്ന രീതിയിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ക്രോണോസ് ഒക്കെ കൊണ്ട് ബാക്കിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. KWS ഡെഡ് ഷോട്ട് ഇതിലൊക്കെ ഇറങ്ങി ചെല്ലുന്നു. KWS മോട്ടർ എല്ലാവരും ബാക്കിലോട്ട് കയറി ചെന്ന് അടിക്കാനുള്ള പരിപാടിയാണ്. ഇൻസ്റ്റന്റ് 2 പ്ലേയേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ നെക്സസ് ടീം ഇവിടെ കൊണ്ട് അടിച്ചിലായിട്ടൊക്കെ നെക്സസ് വേഴ്സസ് നമ്മുടെ DKZ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. നെക്സസ് ഇവിടെ ഒരു സ്മോക്കൊക്കെ ഇടുന്നുണ്ട്. DKZ അടിച്ചിട്ട് നമ്മുടെ നെക്സസിൻ്റെ മാക്കിനെ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. DKZ ടീം ഇവിടെ കയറി വന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നെക്സസ് ഉദയ് മാത്രം ഇവിടെ ഹോൾഡ് ചെയ്ത് ഗുഡ് ഫൈറ്റ് ബ്ലൈൻഡ് വേഴ്സസ് ADC ബ്രോ. സോ നെക്സസ് ഉദയൻ അവിടുന്ന് ബാക്കിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. DKZ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏറ്റവും അവിടെ വീണ് നോക്കായിട്ടുണ്ട്. നെക്സസ് ഉദയ് ഇവിടുന്ന് ഹെൽത്ത് അടിച്ചുകൊണ്ട് നിൽക്കുന്നു. മാക്ക് ഇവിടുന്ന് വിഷയം ഗ്രനേഡ് ഫ്രം ഹൂം. ആരാണ് ഇവിടെ ഒരു വിഷയം ഗ്രനേഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഡെഡ്സൊക്കെയാണ് ഇവിടെ ഒരു ഗ്രനേഡൊക്കെ ഇട്ടിട്ട് ഇവിടെ ടീമിനൊക്കെ വൈപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഏറ്റത്തിന് ഇവിടെ നൈസായിട്ട് പൊക്കിയെടുക്കും. സോ എല്ലാ സ്ഥലത്തും ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് KWS ഇവിടെ ഒക്കെ ഉണ്ട്. ബ്ലൈൻഡിൻ്റെ അടുത്ത് ഇവിടെ അടിയുണ്ട്. 3DB ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. LOB വേഴ്സസ് 3DB ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒമേഗ ഇവിടെ ഒരു ബ്രോക്കൻവാളിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇവിടെ ഫ്രണ്ടിലോട്ട് ഇവിടെ ഒരു സിംഗിൾ ഷോട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഗൈസ് അപ്പോൾ ഫിനിഷ് ആയിട്ടുള്ള ടീം നമ്മുടെ RDC സ്പെയർ 1X നെക്സസ് ഫേക്ക് LMX എല്ലാവരും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ 3DB ടീം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. LOB ടീം ഇവിടെ നേരെ ഫ്രണ്ടിലായിട്ടൊക്കെ ഉണ്ട്. RDB ടീം ഇവിടെ കോൺടാക്റ്റിലായിട്ടൊക്കെ ഉണ്ട്. ഹണീൻ്റെ കഴിവിൽ ഇവിടെ ഒരു M24ഉം പിന്നെ നമ്മുടെ M4 ഒക്കെ ആയിട്ടാണ് ആൾ ഇവിടെ നിൽക്കുന്നത്. സോ ഇനിയിപ്പോൾ ഇവിടെ ഫൈറ്റ് കിടക്കുന്നത് ഡൂഡൊക്കെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഇൻസോൻ്റെ 2 പ്ലേയേഴ്സ് ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നേരെ മുകളിൽ നമ്മുടെ KWS മോട്ടറിൽ അടിച്ചിട്ട് നമ്മുടെ ഇൻസോ ടീമിനെ ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് KWS ടീം 2 kills ഇവിടെ നിൽക്കുന്നുണ്ട്. തൊട്ട് താഴത്ത് തന്നെ ഡെസ്ട്രോ അടിച്ചിട്ട് DKZ ഏറ്റത്തിന് അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റത്തിന് എന്തായാലും ഇവിടെ ഡെഡ്സൊക്കെ ഇവിടെ നിന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. ഒരു സ്മോക്കൊക്കെ ഇട്ടിട്ട് പൊക്കിയെടുക്കുന്നുണ്ട്. സോ KWS ടീം ഇവിടെ ഒരു ഹൈറ്റിലൊക്കെ കയറുന്നിട്ട് ഹൈറ്റ് അഡ്വാൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റത്തിൻ്റെ ഹെൽത്ത് ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് വൈകിട്ടുണ്ടെങ്കിൽ ഏറ്റത്തിന് അവിടെ പൊക്കിയെടുക്കാൻ പറ്റില്ലായിരുന്നു. ഇൻസോ ഫിനിഷ് ആയി ശ്രീജിത്ത് വൈറ്റി ബ്രോ. സോ ബ്ലൈൻഡ് ടീം ഇവിടെ കയറി അടിക്കാനുള്ള പ്ലാനിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നേരെ ഫ്രണ്ടിലായിട്ട് ടീം നമ്പർ 11 നിൽക്കുന്നുണ്ട്. RDB അവിടുന്ന് മുകളിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആൻഡ് ആളെ വരെ സ്പോട്ട് ചെയ്യാണ്ട് നമ്മുടെ സീനിയർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ആൻഡ് ബ്ലൈൻഡ് വോൾഫ് അടിച്ചിട്ട് നമ്മുടെ LOB ടീമിൻ്റെ ഒരു പ്ലെയർ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ആസ്ട്രിക്സ് തന്നെ അവിടെ 5 കിൽ എടുത്തിട്ടുണ്ട്. വോൾഫ് സോഫാർ 0 kills ഉള്ളൂ. പക്ഷേ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കളി ഇന്ന് നമ്മുടെ വോൾഫാണ് കളിച്ചത്. കയറി വന്നിട്ട് ടീമേറ്റ്സിനോട് പൊക്കി എടുത്തിട്ട് KWS മോട്ടർ അടിച്ചിട്ട് നമ്മുടെ ഡെഡ് സെറ്റ് DKZ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. LOB സ്റ്റാർക്കൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. ഒരു വണ്ടി എടുത്തിട്ട് കുറച്ചുകൂടി സോണിലോട്ട് കയറി പോകേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ആൻഡ് വോൾഫിൻ്റെ കയ്യിൽ ഇവിടെ ഒരു AWM ഒക്കെ ഉണ്ട്. 3DB ഒമേഗ അടിച്ചിട്ട് നമ്മുടെ കൂളായിട്ടിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ സോണിൻ്റെ പുറത്തുനിന്ന് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. 3DB ഒമേഗ ഒക്കെ ഇവിടെ വണ്ടിയിൽ കയറ്റി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. KL1 CB അടിച്ചിട്ട് LOB ANXനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 3DB ടീം ഇവിടെ പുഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. LOBൻ്റെ പ്ലെയർ 2 പ്ലേസ് ഇവിടെ നോക്കി കിടക്കുന്നു. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ചാടി ഇറങ്ങിയിട്ട് ഇവിടെ അടിക്കാനുള്ള പരിപാടിയാണ്. സോ നമ്മുടെ സ്റ്റാർക്കിനൊക്കെ അവിടെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഹെൽത്തൊക്കെ ഭയങ്കര ലോ ആണ്. 3DB ഒമേഗൻ്റെ ഒരു OP ഗ്രനേഡ് ഇവിടെ നടക്കുമെന്ന് നോക്കാം. ഒരു OP കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഗ്രനേഡ് പോയിട്ടുണ്ട്. ആൻഡ് LOB ടീമിൻ്റെ അടുത്ത് ഗ്രനേഡ് പോയിട്ടുണ്ട്. തിരിച്ചും ഗ്രനേഡ് വന്നിട്ടുണ്ട്. ഇവർ കയറി പുഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ മരത്തിൻ്റെ പിറകിലായിട്ട് 2 പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. LOB ടീമിൻ്റെ അടുത്തോട്ട് വീണ്ടും ഒരു ഗ്രനേഡ് കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ സ്ഥലമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒരു OP ഗ്രനേഡ് കൂടെ പോകുന്നു. ഈ ഒരു ഗ്രനേഡ് വിഷയം ഗ്രനേഡ് ആണെന്ന് തോന്നുന്നു. അവിടെ ഗ്രനേഡ് പോയി പക്ഷേ ഒന്നും സംഭവിച്ചില്ല. LOB വേഴ്സസ് 3D ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുകളിലായിട്ട് നമ്മുടെ ബ്ലൈൻഡ് ടീമുണ്ട്. വീണ്ടും ഒരു ഗ്രനേഡ് കൂടെ ഇവിടെ കുക്ക് ചെയ്തിട്ട് സ്റ്റാർക്ക് LOBൻ്റെ അടുത്തോട്ട് നമ്മുടെ 3DB ഒമേഗ ഇട്ടിട്ടുണ്ട്. കൂളായിട്ട് അവിടെ തൊട്ടതായിട്ടുണ്ട്. ഒരു ഗ്രനേഡ് പോയി. ഞാൻ LOB കൂളായിട്ടിൻ്റെ ഹെൽത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ലോ ആയിട്ടുണ്ട്. സ്റ്റാർക്കിനോട് അടിക്കുന്നുണ്ട്. ഇവിടെ FPP ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട്. 3DB ടീം എല്ലാ സൈഡിലും കൂടെ കയറി അടിക്കാനുള്ള പരിപാടി. നേരെ മുന്നിലായിട്ട് കൂളായിട്ട് നിൽക്കുന്നു. FPP ഇട്ടിട്ട് കയറി അടിച്ചിട്ട് 3DB ഒമേഗ അവിടെ അടിച്ചിട്ടുണ്ട്. പൊളി വിഷയം. സോ DKZ ടീമിൻ്റെ DKZ ആറ്റം ആൻഡ് സെറോ മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. അപ്പം 5 ടീമുകൾ 17 ആളുകളാണ് ഈ ഒരു ചെറിയ സോണിനകത്തായിട്ടുള്ളത്. പഠിച്ചാണ് കുടിക്കാം. ഓക്കെ. സോ DKZ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. KWS ടീം ഇവിടെ ലേറ്റ് റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. 3DB ടീം കൊണ്ട് കയറി വന്നിട്ടിരിക്കുന്നു. RDB വേഴ്സസ് ബ്ലൈൻഡ് ഇവിടെ നടക്കാനുള്ള സാധ്യതകൾ. സോ ബ്ലൈൻഡ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. വോൾഫ് ഇവിടെ മുകളിലോട്ട് ഒരു മോളിയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ വോൾഫോടെ തൊട്ട് താഴായിട്ട് ബിൽഡിങ്ങിൻ്റെ താഴായിട്ട് നമ്മുടെ സീനിയറൊക്കെ നിൽക്കുന്നുണ്ട്. ആൻഡ് RDB ക്ലൗൺ BTC എല്ലാവരും ഇവിടെ ഗ്രനേഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രേസികളൊക്കെ നേരെ ബാക്കിലായിട്ടാണുള്ളത്. M24 ഒക്കെ കയറി വെച്ചിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ചാടി ഇറങ്ങിയിട്ട് അയാൾ നൈസായിട്ട് ബാക്കോട്ട് കയറിയിട്ടുണ്ട്. സെറും DKZ അടിച്ചിട്ട് വീണ്ടും ഒരു പ്ലെയർ കൂടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ KWS ഡെഡ് ഷോട്ടിനോട് അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. KWS ഡെസ്ട്രോ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു പ്ലെയർ കൂടെ നോക്കി കിടക്കുന്നുണ്ട്. കയറി പുഷ് ചെയ്യേണ്ട ഒരു സമയം. പക്ഷേ നേരെ ബാക്കുന്നായിട്ട് നമ്മുടെ KWS മോട്ടറിൽ ഇവിടെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
സോ ഒ പി പ്ലാനിങ് ഫ്രം KWS ടീം ഇവിടുന്ന് പുറത്തിറങ്ങി അടിച്ചിടുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ DKZ ആറ്റം കയറി അടിച്ചിട്ട് അവിടെ പ്ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ആസ്ട്രിക്സ് അവിടെ ഒരേ പൊളി കളിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലൈൻഡ് സീനിയർ റെക്കോർഡ് അടിക്കുന്നുണ്ട്. RDB ടീമിനെ ഇവിടെ അടിച്ച് വൈപ്പ് ചെയ്തോ. യെസ്, നമ്മുടെ RDBനെ ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി 4 ടീമുകൾ 10 ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സീനിയർ റെക്കോർഡ് നിൽക്കുന്നുണ്ട്. ബ്ലൈൻഡ് ടീം സോഫർ 14 കിലോ എടുത്തിട്ട് OP കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ആസ്ട്രിക്സ് ഓക്കെ, ആസ്ട്രിക്സിന് 7 കില്ലൊക്കെ ഉണ്ട്. നമ്മുടെ വിഷയം കളി ആസ്ട്രിക്സ് കളിച്ചിട്ടുണ്ട്. സപ്പോർട്ട് നാർക്കോസ് ടീമോ മുത്ത വെൽക്കം ടു ദ സ്ട്രീം. സോ നമ്മുടെ സുബിസാറിൻ്റെ ടീം അവിടെ ഒക്കെ ഉണ്ട്. 3DB ടീം ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈമും ഓൾമോസ്റ്റ് ഈ സെയിം അടച്ചനെ കുടുങ്ങിയല്ലോ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഞാൻ എത്തി താഴെ എത്തുമ്പോഴേക്കും സോൺ ഇവിടെ ഫിനിഷ് ആവും. സോ ഇവിടെ ഫ്ലയർ ഒക്കെ ഉണ്ട്. ബാക്കിൽ നിന്ന് KWS ടീമും DKZ ടീമും അവിടെ അടി നടന്നുകൊടുക്കുന്നു. ആൻഡ് ബ്ലൈൻഡ് ടീമിൻ്റെ ഒരു പ്ലെയർ ഓക്കെ കേൽവൺ CBനെ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം ഇവിടെ CBനെ ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് CBനെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സുബിസാറിൻ്റെ ഹെൽത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ലോ ആണ്. സോ ആസ്ട്രിക്സ് ഇവിടെ അടിക്കുന്നുണ്ട്. ആസ്ട്രിക്സ് ഇവിടെ കില്ലിന് വേണ്ടിയിട്ട് ഇവിടെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രിക്സ് ഇവിടെ കംപ്ലീറ്റ് കോൺഫിഡൻസോട് കൂടിയിട്ട് ഫ്രണ്ടിലോട്ട് കയറി വന്നിരിക്കുന്നു. ഫ്രീ ഫയർ ഒക്കെ ചെയ്തിട്ട് കയറി ചെല്ലാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് റീലോഡൊക്കെ ചെയ്യുന്നുണ്ട്. ഒമേഗ അവിടെ ബാക്കിലായിട്ട് നിൽക്കുന്നു. ആൻഡ് ഒമേഗ നോക്കി ഓക്കെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു മോളിയൊക്കെ വന്ന് വീണിട്ടുണ്ട്. സോ ടീംമേറ്റിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആസ്ട്രിക്സ് ഇവിടെ ഉണ്ട്. ആസ്ട്രിക്സ് ഇവിടെ ബാക്കിലോട്ട് കയറിക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഒരു അടിപൊളി കവർ നമ്മുടെ വോൾഫും സീനിയറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് 15 കില്ലുകളായിട്ടാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം ഇവിടെ വെക്കുന്നത്. സോ ബ്ലൈൻഡ് സീനിയറൊക്കെ ഇവിടെ വന്നിട്ട് പീക്ക് ചെയ്തിട്ട് വെക്കുന്നത്. ബാക്കിലായിട്ട് DKZ ടീമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ 3 ടീമുകൾ 8 ആളുകളാണുള്ളത്. ആൻഡ് ബ്ലൈൻഡ് ടീമിലെ 3 പറ്റി everyone hates Cement Factory മനെ പറയാനുണ്ടോ. സോ DKZ ടീമിനെ ഇവിടെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ് ടീം ഇവിടെ ഫ്രണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ DKZ ടീമിന്. ആൻഡ് ബാക്കിലായിട്ട് നമ്മുടെ 3DBൻ്റെ കംപ്ലീറ്റ് ടീമുണ്ട്. സോ ഒരു സോണിൻ്റെ സെൻറ്ററിലോട്ടൊക്കെ വന്ന് കയറിയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആൻഡ് യെസ്, ബാക്കിൻ്റെ കോമ്പൗണ്ടിലായിട്ട് നമ്മുടെ DKZ ടീം നിൽക്കുന്നുണ്ട്. ആൻഡ് ബ്ലൈൻഡ് വോൾഫ് അവിടെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3DB ടീം അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. വോൾഫ് ഇതിലെ ചാടി ഇറങ്ങിയിട്ട് ടീമേറ്റ്സിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആസ്ട്രിക്സ് കൊല്ല വെളിയിലിരിക്കുകയാണ്. DKZ ആറ്റത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആസ്ട്രിക്സ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് നമ്മുടെ 3DB ടീം നൈസായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് സ്മോക്ക് ഇട്ട് പുകച്ചുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു സക്സസ്ഫുൾ മൂവ് ആവോ ഇല്ല എന്നുള്ളത് നോക്കാം. സോ ഗൈസ് നമ്മുടെ ബ്ലൈൻഡ് ടീമിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 കില്ലുകളാണുള്ളത്. ആൻഡ് 3DB ടീം വിത്ത് 6 kills ആൻഡ് DKZ ടീം വിത്ത് 7 kills. സോ വണ്ടിന് ടയറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കിലായിട്ട് കിടക്കുകയാണ്. ഇവർക്ക് സോണൊക്കെ നൈസായിട്ട് ഇവർക്കും കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഒമേഗയും ആൽഫയും എല്ലാവരും ഇവിടെ കയറി വന്നിട്ടുണ്ട്. സോണിൻ്റെ ഒരു എഡ്ജ് ഇവർക്കും കിട്ടിയിട്ടുണ്ട്. DKZ ടീം എല്ലാവർക്കും ഇവിടെ പൊളി ഓപ്പണായിട്ട് കയറി ചെല്ലാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കംപ്ലീറ്റ് സ്മോക്ക് ഇട്ടിട്ട് 3DB ടീം ഇവിടെ ഫുള്ള് ആ ഏരിയ മുതൽ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ സ്മോക്ക് ഇട്ടിട്ട് ഒരു പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ DKZ ഇവിടെ അടിക്കുന്നു. ബ്ലൈൻഡ് ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. 3DB ടീം ഇവിടെ നൈസായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഇവിടെ ഒരു വണ്ടി ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടേക്കാണ്. സിമെൻറ്റ് ഫാക്ടറി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറോം DKZ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് നമ്മുടെ സെറോം DKZ അടിക്കുന്നത്? സോ സെറോം DKZ ഇവിടെ നമ്മൾ ബ്ലൈൻഡ് ടീം നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. സോ അടിപൊളി പൊസിഷനിലാണ് നമ്മുടെ സെറോം DKZ ഉള്ളത്. സോ ബ്ലൈൻഡ് വോൾഫ് എല്ലാവർക്കും ഇവിടെ സോണിലോട്ട് കയറണം. എല്ലാവർക്കും ഇപ്പോൾ സോണ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് ടീം നമ്പർ 22 നമ്മുടെ 3DB ടീമിനാണ് ഇവിടെ സോണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു തേപ്പ് നമ്മുടെ DKZ ടീമിനോടെ കിട്ടിയിട്ടുണ്ട്. സോ ആൽഫൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തോട്ട് ഒരു ഗ്രനേഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും ഒരു ഗ്രനേഡും കൂടെ എടുത്ത് തരാൻ നോക്കാം. സോ ബ്ലൈൻഡ് സീനിയറൊക്കെ ഇവിടെ നേരെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഒരു മോളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തോട്ട്. ആൻഡ് ആൽഫ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പുറകോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. സോ M249 വെച്ചിട്ട് ഇവിടെ സിംഗിൾ ടാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുബിസാറിൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട്. സുബിസാർ ഇവിടെ നിന്ന് ഒക്കെ ആ സ്മോക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ ആളിവിടെ കിടക്കുന്നുണ്ട്. സോ കയറി വന്ന് അടിച്ചിടുന്നു പറഞ്ഞാൽ സുബിസാർ ഇവിടെ കിടക്കുന്നു. ഓക്കെ സുബിസാറിൻ്റെ അടുത്തൊക്കെ നമ്മുടെ DKZൻ്റെ പ്ലേസ് ഇവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ബ്ലൈൻഡ് ടീം ഇവിടെ നല്ല ടാഗ് കൊടുത്തുകൊണ്ടിരിക്കും. ചാടി ഓടി കയറി വന്നുകൊണ്ടിരിക്കുന്നത് സുബിസാറിൻ്റെ വെള്ളോട്ടാണ്. സുബിസാറെ കയറി അടിക്കുന്ന ഒരു പ്ലെയർ ഇവിടെ നോക്ക് ചെയ്തിട്ട് ഇവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 3DB സുബിസാർ ഇവിടെ ഒരു പ്ലെയറെ കൂടെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടൊക്കെയുണ്ട്. നമ്മുടെ സെറോം DKZ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഗ്രനേഡൊക്കെ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സുബിസാർ. സോ ബ്ലൈൻഡ് വോൾഫിനെ ഇവിടെ ടാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ സുബിസാർ ഇവിടെ സ്മോക്കൊക്കെ ഇട്ട് ലൂട്ട് ചെയ്യാനുള്ള പരിപാടി. സുബിസാർ ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. ആൻഡ് സുബിസാർ ഹെൽത്ത് ഇവിടെ 1 HP ആയിട്ടുണ്ട്. ബ്ലൈൻഡ് വോൾഫാണ് അടിച്ചത്. ആൻഡ് സെറോമിന് അവിടെ സ്മോക്കൊക്കെ ഇട്ട് സോണിലോട്ട് കയറിയിട്ടുണ്ട്. 3DB ആൽഫനെ അവിടെ അടിച്ചിട്ടുണ്ട്. ഒമേഗ അവിടെ ഒക്കെ ഉണ്ട്. ഒമേഗ അടിച്ചിട്ട് ബ്ലൈൻഡ് ടീമിലെ ഒരു പ്ലെയർ നോക്കുന്നുണ്ട്. കയറി ഒന്ന് അടിക്കുന്നു. ഒമേഗ ഇവിടെ നിന്ന് അടിക്കുന്നു. രണ്ടാമത്തെ പ്ലെയർ ഇവിടെ നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പറഞ്ഞ 3DB ഒമേഗ അവിടെ ക്ലച്ച് ചെയ്യാൻ നോക്കാം. ഒമേഗ ഇവിടെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സൈഡിലൂടെ കയറി ഒന്ന് അടിച്ചിടുന്നു പറഞ്ഞിട്ട് അവിടെ ഫ്രീ ഫയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
ബ്ലൈൻഡ് ഇൻ്റെ മോനെ ബ്ലൈൻഡ് വോൾഫ് ഔട്ട് ഒരു പ്ലെയർ കൊണ്ട് നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുബിസാർ ഇവിടെ ഉണ്ട്. സുബിസാർ റിവൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല. വോൾഫ് കയറി വരുന്നു. വോൾഫിനെ ഇവിടെ ക്രൗച്ചൊക്കെ ചെയ്ത് അടിച്ചിട്ട് നോക്കുന്നു. പക്ഷെ വോൾഫിൻ്റെ അടിപൊളി മൂവ്മെൻറ്റിൽ ആ പ്ലെയറും കൂടെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് ബ്ലൈൻഡ് ടീം 18 കില്ലായിട്ട് കംപ്ലീറ്റ് ഡോമിനേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് എൻ്റെ കാര്യം അവക്കാണ് സ്പോട്ട് തന്നെ ഇവിടെ വോൾഫിനോട് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെറൂം ഡി കെ സെറ്റിൻ്റെ അടുത്തോട്ട് ഇവിടെ പ്ലേയേഴ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്നു. സെറൂം ഡി കെ സെറ്റ് നമ്മുടെ ബ്ലൈൻഡ് സീറ്റർ ഇവിടെ കയറി വന്ന് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗൈസ് 19 കില്ലുകളുമായിട്ട് ഇന്നത്തെ റൂം അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലൈൻഡ് ടീം ഇവിടെ അടിച്ചിട്ടുണ്ട്. ആൻഡ് ആസ്ട്രിക്സ് ഒ പി ഓഫ് കോഴ്സ് ഇന്നത്തെ MVP ആണ്. 7 കില്ല് നമ്മുടെ ആസ്ട്രിക്സ് ഒ പി എടുത്തിട്ടുണ്ട്. വോൾഫ് 5 കില്ല് എടുത്തിട്ടുണ്ട്. വില്യംസ് 2 കില്ലും ബ്ലൈൻഡ് സീനിയർ 5 കില്ലും എടുത്തിട്ടുണ്ട്. സോ 19 കില്ലുകളായിട്ട് ബ്ലൈൻഡ് ടീം ഇന്നത്തെ ഇന്നർ അടിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് ഗൈസ്. ആൻഡ് സെക്കൻഡ് എത്തിയ നമ്മുടെ DKZ ടീമാണ് വിത്ത് 7 കിൽസ്. തേർഡ് നമ്മുടെ 3DB ടീമാണ്. 3DB ടീം വിത്ത് 7 കിൽസ് ഇവിടെ തേർഡ് എത്തിയിട്ടുണ്ട്. KWH ടീം വിത്ത് 3 കിൽസ് ഇവിടെ ഫോർത്ത് എത്തിയിട്ടുണ്ട്. RDB വിത്ത് 0 കിൽസ് ഫിഫ്ത്ത് എത്തിയിട്ടുണ്ട്. LOB വിത്ത് 0 കിൽസ് സിക്സ്ത് എത്തിയിട്ടുണ്ട്. ഇൻസോ വിത്ത് 1 കിൽ 7th എത്തിയിട്ടുണ്ട്. നെക്സസ് വിത്ത് 4 കിൽസ് 8th എത്തിയിട്ടുണ്ട്. RDC വിത്ത് 1 കിൽ 9th എത്തിയിട്ടുണ്ട്. LMX വിത്ത് 0 കിൽസ് 10th എത്തിയിട്ടുണ്ട്. 1X വിത്ത് 3 കിൽസ് 11th എത്തിയിട്ടുണ്ട്.